പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്തെന്ന ചോദ്യവുമായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന്റെ പുത്തൻ വഴികളുമായി ബെയ്റൂട്ട് വിദ്യാഭ്യാസ പ്രദർശനം. കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ നടന്ന പ്രദർശനത്തിൽ പങ്കെടുക്കാൻ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് എത്തിയത്. വിദേശ രാജ്യങ്ങളിൽ MBBS, നഴ്സിംഗ് എന്നിവ പഠിക്കാനുള്ള വിശാലമായ അവസരങ്ങളാണ് ബെയ്റൂട്ട് ഒരുക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ മികച്ച സർവകലാശാലകൾ കണ്ടെത്താൻ സഹായിക്കുന്നതിനൊപ്പം ഇക്വലൻസി പരീക്ഷയായ FMG എഴുതി വിജയിക്കാനുള്ള വഴികാട്ടിയായും ബെയ്റൂട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ ബെയ്റൂട്ടിൻ്റെ ടീം എന്ന് പറഞ്ഞാൽ ഇപ്പം അബ്രോഡ് MBBS ഗ്രാജുവേറ്റ് ആയിട്ടുള്ളൊരു ടീമാണ് നമ്മുടെ ടീം വരുന്നത്. അപ്പം എന്തുകൊണ്ടും നമ്മളെ ചൂസ് ചെയ്യുമ്പം അത്രയും നല്ല രീതിയിലുള്ള ഇൻഫോർമേഷൻസും അവിടുത്തെ ലൈഫ് സ്റ്റൈലും അവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ജോർജിയയിൽ പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അതിൽ ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം ഇന്ത്യയിൽ എഴുതണം, FMG എക്സാം എഴുതണം. അത് ഗ്രാജുവേറ്റ് ആയിട്ട്, അതായത് 300 മാർക്കിൽ 150 മാർക്ക് അവർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റും. അത് ഈ സ്റ്റുഡൻസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഇയർ മുതൽ ഇവരിതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് 6th ഇയർ കഴിഞ്ഞാൽ ഇവർക്ക് നേരെ വന്നിട്ട് എക്സാം എഴുതിയാണ്ട് പാസ്സാകാൻ പറ്റുന്നതാണ്. പിന്നെ കുറേ ആളുകൾ തെറ്റിദ്ധാരണ വരുത്തിയുള്ള ഒരു കാര്യമാണ് FMG എക്സാം പാസിംഗ് റേറ്റ് വളരെ കുറവാണ് കുട്ടികൾ പുറത്ത് പഠിച്ചാലെന്നുള്ളത്. അത് കൂടുതൽ ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6th ഇയർ കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ കുട്ടികൾ നാട്ടിലേക്ക് വന്നിട്ട് ഈ എക്സാം എഴുതും, ഒന്നും പ്രിപ്പയർ ചെയ്യാതെ. അപ്പം ഒരു 3000, 4000, 5000-ഓളം കുട്ടികൾ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് ഈ എക്സാം എഴുതുമ്പം അതിലൊരു 80% ആളുകളും തോൽക്കും. കാരണം പ്രിപ്പയർ ചെയ്യുന്നില്ല. പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അത് അവർ അത് പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കുട്ടികൾ ഒരുമിച്ചുള്ള പെർസെൻറ്റേജ് അല്ല ഇവർ ചെക്ക് ചെയ്യുക. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു തെറ്റിദ്ധാരണ ആളുകളിലേക്ക് എത്തുന്നത്. 19 സബ്ജക്ട്സ് ആണ് FMGക്ക് ഉള്ളത്. ആ 19 സബ്ജക്ട്സ് MBBSൻ്റെ 19 സബ്ജക്ട്സ് നാട്ടിലത്തെ സ്റ്റുഡൻസ് ആരും എഴുതുന്നില്ല. അതുകൊണ്ടാണ് നാട്ടിലത്തെ പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയാത്തത്. പിന്നെ അവർ എഴുതുന്ന ഒരു എക്സാം നീറ്റ് PG ആണ്. നീറ്റ് PGയുടെ പെർസെൻറ്റേജ് ഒന്ന് എടുത്ത് നോക്കും. അപ്പോൾ 0% ഇപ്പോൾ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 0% വെക്കാൻ കാരണം എന്താണ്? നാട്ടിലത്തെ പെർസെൻറ്റേജ് കുറവാണ്. ഓക്കെ. പിന്നെ എയിംസിലേക്കുള്ള എക്സാം ഉണ്ട്, INSET. അതിൻ്റെ 50% എക്സാം വരുന്നത്. അത് 50% കിട്ടിയാലാണ് നമുക്ക് ക്വാളിഫൈ ആവുള്ളൂ. പക്ഷേ നീറ്റ് PG അങ്ങനെയല്ല. നീറ്റ് PG 0% ക്വാളിഫൈ ആണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ആ 0% വെച്ചത് എന്നുള്ളത് ആലോചിച്ചാൽ മതി. അപ്പോൾ നാട്ടിലെ എഡ്യൂക്കേഷൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. നല്ല കോളേജസ് ഉണ്ട്, നല്ല സ്റ്റേറ്റ് കോളേജസ് ഉണ്ട്, നല്ല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അവിടെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം. അല്ലാത്തവർക്ക് ഒരു ഓപ്ഷൻ പുറത്തുപോയി നല്ല കോളേജസുകൾ ചൂസ് ചെയ്യുക, തിരിച്ചു വരണം, നാട്ടിൽ വർക്ക് ചെയ്യണം. അങ്ങനെ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ അതിനുള്ള വേസ് ഉണ്ട്. അത് നല്ല മെൻറ്റേഴ്സ് ത്രൂ നിങ്ങൾ അറിയുക, തിരിച്ച് നാട്ടിൽ ജോയിൻ ചെയ്യുക. അത്ര തന്നെ. ഒരു ഡോക്ടർ ആവാമെന്ന് പറയുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു കൺട്രിയുടെ ലൈസൻസിങ് വേണം. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെതായിട്ടുള്ള ലൈസൻസ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാനത് പെർസ്യൂ ചെയ്യാൻ വേണ്ടി നാട്ടിൽ വന്നു. നാട്ടിലത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. എക്സാമിൻ്റെ പേരായിരുന്നു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ, വിച്ച് ഇസ് FMG. ഒരു ഡോക്ടർ ആവുക എന്നുള്ളത് ഇറ്റ് സോൺലി ഡിപ്പെൻസ് ഓൺ അസ്. ഇപ്പോൾ ഒരിക്കലും ഒരു ബ്രൈറ്റ് സ്റ്റുഡൻറ്റ് മാത്രമേ ഡോക്ടർ ആവൂ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. ഒരു കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാൾക്കാണ് എപ്പോഴും ഒരു നല്ലൊരു ഡോക്ടർ ആവാൻ പറ്റുക.